സമൂഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആർക്കും പോകാൻ സാധിക്കില്ല. സ്വാഗത പ്രസംഗത്തിൽ പ്രമോദ് പരാമർശിച്ചൊരു ഭാഗമുണ്ട്. എന്നെപ്പറ്റി പരാമർശിച്ചപ്പം ശാസ്ത്രത്തെ പറ്റി പറഞ്ഞപ്പം വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ്. ശാസ്ത്രത്തെ പറ്റി പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വാസി സമൂഹത്തിനെതിരാവുക? ശാസ്ത്രത്തെ പറ്റി ഒരു പരാമർശം മാത്രമേ ഞാൻ നടത്തിയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം ഇനി ശാസ്ത്രത്തെ പറ്റി പറയണ്ട എന്നുള്ളതാണ്. വലിയ രീതിയിൽ ആക്ഷേപങ്ങൾക്ക് ഇടയായി പ്രകടനങ്ങൾ, കോലം കത്തിക്കൽ, വീട്ടിലേക്ക് മാർച്ച്, ഒരുപക്ഷെ ഇതെല്ലാം നേരിട്ട ആദ്യത്തെ സ്പീക്കർ ഞാനായിരിക്കും. ഞാൻ ഭരണഘടനയെ ഇവിടെ നിങ്ങൾ ഓരോ വാക്കിലും നിങ്ങൾ ഉപയോഗിച്ച വാക്ക് ഭരണഘടന എന്നാണ്. ആ ഭരണഘടനയിലെ 51 ക്ലോസ് ഇറ്റ്സ് ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ, ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതാണ് ഞാൻ ആകെ പറഞ്ഞത്. വിശ്വാസി സമൂഹം യോജിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണ്. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. വിശ്വാസി സമൂഹത്തെ എങ്ങനെ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് എതിരാക്കി നിർത്താൻ പറ്റും? നമ്മുടെ ഭരണഘടന അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതും ആരംഭിക്കുന്നതും അതിന്റെ ചരിത്രം ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖം ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ആമുഖം തുടങ്ങുന്ന ഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർക്ക് മുമ്പാകെ വന്ന വിഷയം ഭരണഘടന എങ്ങനെ ആരംഭിക്കണം. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ മുന്നോട്ട് വെച്ചത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതായി. അതിന് ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അമെന്റ്മെന്റ് മൂവ് ചെയ്ത HV കാമത്ത് പറഞ്ഞു, ഭരണഘടന ആരംഭിക്കേണ്ടത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിലായിരിക്കണം. വലിയ രീതിയിൽ തർക്കങ്ങൾ, സംവാദങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതിൽ ഒടുവിലാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിച്ചത്. ഈ ഭരണഘടന ഉണ്ടായത് ലോകത്തെ പല രാജ്യങ്ങളിലെയും ഭരണഘടനയുടെ നല്ല ഭാഗങ്ങൾ എടുക്കാം. അതിൽ വി എന്ന വാക്ക് നാം എടുത്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വി എന്ന വാക്കിൽ അവിടുത്തെ ബ്ലാക്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ വി എന്ന വാക്കിൽ എല്ലാ വിഭാഗം വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, പരസ്പര വിശ്വാസം, ജീവിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 നിങ്ങൾ വിചാരിക്കും ഇയാൾ വന്ന് ഇത് പള്ളി പരിപാടിയാണോ അല്ലെങ്കിൽ ലോയേഴ്സ് യൂണിയന്റെ യോഗ നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഭരണഘടനയെക്കുറിച്ച് തൊട്ടൊന്ന് മാത്രം ഞാൻ ആ ഭാഗം പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തെ ആരും എതിരല്ല. വിശ്വാസികൾ അവഗണിച്ചുകൊണ്ട് ആർക്കും പോകാനും സാധിക്കില്ല. വിശ്വാസം എന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കണം നിങ്ങളുടെ കാര്യമാണ്, അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കണം നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ ഞാൻ പഠിച്ചതെല്ലാം സഭയുടെ സ്കൂളിലാണ്. 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെയുടെ സഭയുടെ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ഈ സഭയല്ല. ഞാൻ പഠിച്ച സ്കൂള് ഒന്ന് ലാറ്റിൻ കാത്തലിക്സിന്റെ സ്കൂളായിരുന്നു. പിന്നെ പഠിച്ചത് CSIയുടെ സ്കൂളിലായിരുന്നു. CSI സഭയുടെയും ലാറ്റിൻ കാത്തലിക്സിന്റെയും സ്കൂളിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്. ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ റിലീജിയസ് പ്രാക്ടീസ് ഏതാണ്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ക്രിസ്ത്യൻ മതവിശ്വാസികൾ, നിങ്ങളുടെ കൊയർ ഞാൻ കേട്ടു, കൃത്യമായ പ്രോപ്പർ മൈക്കില്ലാത്തതുകൊണ്ട് മ്യൂസിക് മാത്രമേ കേൾക്കാൻ പറ്റിയിട്ട് പാട്ട് കേൾക്കാൻ പറ്റില്ല. അത് അടുത്ത വർഷമെങ്കിലും സഭ ഒന്ന് ശ്രദ്ധിക്കണം. നന്നായി കൊയർ വലിയ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ കൊയറിന്റെ പ്രശ്നം പാടുന്ന കുട്ടികളെ ശബ്ദം കേൾക്കുന്നില്ല. അത് സൗണ്ട് സിസ്റ്റത്തിന്റെ